ഇന്ന് ഒരു കൂലിപ്പണിക്കാരൊക്കെ എന്താണ് സ്വന്തമായി ജീവിച്ചു പോകുന്നതാണ്. ഒരു സാധാരണ തൊഴിലാളി എന്ന് പറയുമ്പോൾ അവർ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നു, 8-10 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് കിട്ടുന്ന വരുമാനം അത് കൃത്യമായിട്ട് അവരുടെ ജീവിതം കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പലർക്കും കടങ്ങൾ വാങ്ങി ജീവിച്ചു പോകും. നേരെ മറിച്ച് ഒരു 10 ആളെ വെച്ച് പണിയെടുക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു 100 ആളുടെ ഒരു കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃത്യമായിട്ട് നല്ല വരുമാനത്തിലേക്ക് എത്തുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും അവരുടെ വരുമാനം വർദ്ധിക്കുന്നു. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കിയത് മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലോകത്തിലെ വലിയ വലിയ വ്യവസായികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിയറി അവിടെ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, പ്രൈവറ്റ് മേഖലയാണ് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഏത് സമയത്ത് ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ഈ അവസരം കേൾക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഞാനിത് അവസരത്തെ കുറിച്ച് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എന്നെ കൊണ്ടുവന്ന വ്യക്തി എന്നത്ര അക്കാദമിക്കലി വിദ്യാഭ്യാസമില്ല എന്നുള്ളതാണ്. എന്റെ അത്ര വിവരമില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം പിന്നെ അന്ന് ഞാനത് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീടാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് അധ്യാപകനായത് കൊണ്ടോ അല്ലെങ്കിൽ ലോകവിവരമുള്ളത് കൊണ്ടോ ഒന്നും എന്താവില്ല, അറിവ് എന്ന് പറയുന്ന സാധനം പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല. ഈ അവസരത്തെക്കുറിച്ച് കേട്ട സമയത്ത് ഞാൻ എല്ലാം അറിയുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ പിന്നീട് ഇതിനെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഞാൻ ബിഗ് സീറോ ആണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവിടുന്ന് ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും കൃത്യമായി അറ്റൻഡ് ചെയ്തു മനസ്സിലാക്കി പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ലോകത്തിലെ വലിയ ഒരു ഇൻഡസ്ട്രിയാണ്, ലോകത്തിൽ വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നും അതിൽ ഏറ്റവും നല്ലൊരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഒരു തിരിച്ചറിവാണ് എന്നെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്താനുള്ള കാരണം. ഒരിക്കലും വരുമാനം കൊണ്ട് മാത്രമല്ല ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പതിയെ പതിയെ മനസ്സിലാവും. കാരണം ഇതിന്റെ ഫ്യൂച്ചർ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിന് വലിയ ഒരു സാധ്യതയാണ് ലോകത്തിലെ എല്ലാ പ്രവചനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ ആൾക്കാർ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എന്താണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യത എന്നും അതിൽ ഇന്ത്യയിൽ അതിന് എത്ര സ്കോപ്പ് ഉണ്ട് എന്നും ഒക്കെ കൃത്യമായി പറഞ്ഞു തരും. നമുക്കറിയാം ഇന്ത്യയിലേക്ക് ഈ ഒരു വ്യവസായം കടന്നു വരുന്ന സമയത്ത് അതിനു മുമ്പേ ഇത് ലോകത്ത് പല രാജ്യങ്ങളിലേക്കും വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് 1940കളിലാണ് ഇത്തരം ഈ ഒരു വ്യവസായത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാകും അമേരിക്കയിൽ 1940 രൂപീകരിച്ച സമയത്ത്. ആ സമയത്തും ഇതിനെതിരെ ശബ്ദിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ 37 വർഷം അവിടെ അമേരിക്കയിൽ സമരങ്ങൾ നടന്നു. പലരും ഇതിനെതിരെ കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ അമേരിക്കൻ ഫെഡറൽ സുപ്രീം കോടതി 1977 ഈ ഒരു അവസരത്തിന് നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് ഇത് കടന്നു വരുന്നത്. ഹിസ്റ്ററിയൊക്കെ ഞങ്ങൾ നേരത്തെ പലരും കേട്ടിട്ടുണ്ടാകും. എന്നാലും ഞാൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ വ്യക്തികളോടാണ്, അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. 1977 ഇതിന്റെ നിയമം കൊണ്ടുവന്നെങ്കിലും പിന്നെ ഇന്ത്യയിലേക്ക് വരാൻ, അതായത് വിദേശ രാജ്യത്ത് വന്നിട്ടുള്ള ഏതൊരു പുതിയ സംരംഭവും ഇന്ത്യയിലേക്ക് വരാൻ പലപ്പോഴും കാലതാമസം എടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ്. കാരണം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇന്റർനെറ്റും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു അവസരമായതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കാൻ നമ്മളെ നാട്ടിൽ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഇല്ലായിരുന്നു. കാരണം ഇന്റർനെറ്റിനെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും സമരം ചെയ്തിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട്. അപ്പൊ 90 കാലഘട്ടങ്ങളിലേക്ക് ഇന്റർനെറ്റ് IT യുഗം എന്ന് പറയുന്ന യുഗം കഴിയുന്ന സമയത്താണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഒരു ബ്രിട്ടീഷ് കമ്പനി ഒറിഫ്ലെയിം എന്ന് പറയുന്ന ഒരു കമ്പനി, ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ ഇതിന് സാധ്യതകൾ കണ്ടുവരുന്നത്. അപ്പോ 2000 കാലഘട്ടങ്ങൾ നമ്മുടെ ഈ മാനേജ്മെന്റ്, നമ്മൾ നിലനിൽക്കുന്ന ഈ മാനേജ്മെന്റ് 2001 ഇതിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. അപ്പോ 25 വർഷത്തെ ലോങ് വിഷനുള്ള ഏറ്റവും വലിയ ഒരു അത്രയും പാരമ്പര്യമുള്ള ഒരു കമ്പനി മാനേജ്മെന്റിന്റെ കീഴിലാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ 2000 ഒരുപാട് നല്ല കമ്പനികളും വന്നു, അതോടൊപ്പം മോശപ്പെട്ട കമ്പനികളും കൊണ്ടുവന്നു. കാരണം ഇന്ന് ഏതൊരു നല്ല സംരംഭവും തുടങ്ങുന്ന സമയത്ത് അതിന് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരാൻ നമ്മുടെ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ വളരെ അതിൽ എക്സ്പേർട്ടാണ്.
അപ്പൊ അങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് കമ്പനികൾ വന്നു, മണി ചെയിൻ കമ്പനികൾ വന്നു. മണി ചെയിൻ കമ്പനികളെയാണ് നമ്മളൊക്കെ പരിചയപ്പെടുന്നത്. നല്ല കമ്പനികളെ നമുക്ക് ആർക്കും അറിയില്ല. കാരണം ഈ നമ്മുടെ മനോഭാവം അങ്ങനെയാണ്. ഏത് കാര്യവും തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്നത് അതിന്റെ നെഗറ്റീവ് വശത്തെ കുറിച്ചാണ്. അപ്പൊ ഈ മേഖലയിലും നെഗറ്റീവ് കമ്പനികളെ, അതല്ലെങ്കിൽ ആട്, തേക്ക്, മാൻസ്യം, ഗ്രീൻ ഗ്ലോറി, ജപ്പാൻ ബെഡ്, അങ്ങനെയുള്ള മണി ചെയിൻ കമ്പനികളെ നമുക്ക് പരിചയം വന്നു. അപ്പൊ നല്ല കമ്പനികളെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെയാണ് പലരുടെയും പണം നഷ്ടപ്പെട്ടു പോയപ്പോ പലരും ഇതിനെതിരെ, ഈ ഒരു മേഖലക്കെതിരെ പരാതി കൊടുത്തു. ഇപ്പൊ 2010-11 കാലഘട്ടങ്ങളിലാണ് ആ സമയത്ത് ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ബാൻ, ഈ കമ്പനികളെ മുഴുവനും ഇന്ത്യയിൽ ബാൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ആ 2011 ശേഷം ഇതിന്റെ ഈ ഒരു മേഖലയിൽ തൊഴിലാളി സംഘടനകൾ കടന്നു വന്നു. 2015 തൊഴിലാളി സംഘടന കടന്നു വന്നപ്പോൾ ഒരുപാട് സമരങ്ങൾ ചെയ്തു. അപ്പൊ ഈ മേഖലയിൽ ഒരുപാട് ആൾക്കാർ നല്ലൊരു പ്രതീക്ഷയോടുകൂടെ മറ്റു പല ജോലികൾ മാറ്റിവെച്ചുകൊണ്ട് ചെയ്യുന്ന മേഖലയാണെന്നും, അങ്ങനെയുള്ള കുറെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ സമരങ്ങൾ പോയി. അങ്ങനെയാണ് 2015 ജൂലൈ 29, ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ജൂലൈ 29 ഈ മേഖലക്ക് കേരള ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നത്, ഗൈഡ് ലൈൻസ്. എന്താണ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ, അതായത് 10-15ഓളം ഗൈഡ് ലൈൻസുകൾ അവിടെ പറയുന്നുണ്ട്, കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയോടും 1 രൂപ പോലും നിങ്ങൾ വാങ്ങിക്കരുത് എന്നുള്ളതാണ് കമ്പനിയോട് പറയുന്നത്. അതുപോലെ തന്നെ കൊടുക്കുന്ന പൈസക്ക് തത്തുല്യമായ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ള നിബന്ധനകൾ. ഇങ്ങനെയുള്ള ഒരുപാട് 15ഓളം നിബന്ധനകൾ വന്നപ്പോൾ ആ നിബന്ധനകൾ പാലിക്കുന്ന കമ്പനികൾക്ക് ഇവിടെ അംഗീകാരം ലഭിച്ചു. പക്ഷെ എന്നാലും പലരും അതിന്റെ പിന്നാമ്പുറത്തോടുകൂടി പല കള്ളക്കമ്പനികളും പിന്നീട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 2018 കേന്ദ്ര ഗവൺമെന്റിലും ഈ നിയമം കൊണ്ടുവന്നു, 2021 വന്നു. അങ്ങനെ പല രീതിയിൽ നിയമം വന്നു. പിന്നെ ആൾക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിനെ ഒരു നിയന്ത്രിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ നിയന്ത്രിക്കാൻ വേണ്ടി, ലോകത്ത് പല മേഖലകളെയും നിയന്ത്രിക്കാൻ വേണ്ടി അതിനെ ഒരു മോണിറ്ററിംഗ് അതോറിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇൻഷുറൻസ് മേഖലയെ നിയന്ത്രിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഇൻഷുറൻസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്ന IRDA വന്നു. അതിനുശേഷമാണ് അതുപോലെ തന്നെ ട്രായ്, ടെലിഫോൺ മേഖലയിൽ ഒരുപാട് ഫ്രോഡുകൾ കടന്നു വന്നപ്പോഴാണ് ട്രായ് നിലവിൽ വന്നത്. ഇങ്ങനെ ഓരോ മേഖലയിലും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി അതോറിറ്റികൾ നിലവിൽ വന്ന സമയത്താണ് FDSA എന്ന് പറയുന്ന ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അതോറിറ്റി നിലവിൽ വരുന്നത്. അതിനുശേഷം 2025 ഫെബ്രുവരി 19 മോണിറ്ററിംഗ് മെക്കാനിസം, കേരള ഗവൺമെന്റ് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഈ മേഖലയിൽ കൊണ്ടുവരുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇത് വലിയ ഒരു സാധ്യതയുള്ള മേഖല ആയതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഗവൺമെന്റ് തലത്തിൽ നല്ല പഠനങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ കൃത്യമായിട്ട് നിയമങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നിയമങ്ങൾ വന്നത്. അപ്പൊ ഈ നിയമങ്ങൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ സാധ്യതയെക്കുറിച്ച് ഗവൺമെന്റ് അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഉന്നത അധികാരികൾ പഠനം നടത്തി എന്നുള്ളത്. ഈ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പലർക്കും ബോധ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വ്യവസായം. ഞാൻ ചെറിയൊരു സ്ലൈഡ്, എൻ്റെ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. 2025 ഏകദേശം 7.98 ബില്യൺ, 64,500 കോടിയുടെ ടേൺ ഓവർ ആയിട്ട് ഇത് ക്രോസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. 2024 $815 ബില്യൺ ആണ് എങ്കിൽ, കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം അങ്ങനെയാണെങ്കിൽ 2025 അത് $871 ബില്യൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് 2034 $1,589.1 കോടി ബില്യൺ ആണ് എന്ത് വരുന്നത്, മേഖലയിൽ കടന്നു. അങ്ങനെ വരുന്ന ഒരു സാധ്യതയുള്ള ഒരു മേഖലയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലെ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയറിലാണ് ഏറ്റവും നിങ്ങൾ കാണുന്ന ഏറ്റവും താഴത്ത് വരുന്ന ഒരു വയലറ്റ് കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ $200 ബില്യൺ
200 ബില്യൺ ഡോളറിലാണ് അത് 2024 വന്നതെങ്കിൽ നിങ്ങളത് 2034 ആകുന്ന സമയത്ത് 400 ബില്യൺ ഡോളറായിട്ട് മാറുന്നുള്ള. നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ ആണ്. ഇവിടെ പ്രവചനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ വലിയ വലിയ മഹാന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയറിലാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നത്. അതിനുശേഷം പിന്നെയുള്ളത് എന്താണ്? ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ്. ഇത് രണ്ടും കൈയടക്കിയിട്ടുള്ള, ഇത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണ് MI ലൈഫ് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുഡ് ഐറ്റംസ് വരുന്നത് ഏകദേശം 5ാം സ്ഥാനത്ത്. അതിനുശേഷമാണ് ഹൗസ് ഹോൾഡ് വരുന്നത്, അത് മറ്റുള്ളതും അതിനുശേഷമാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 21st സെഞ്ചുറിയിലെ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ അത് യുവാക്കളും യുവതികളും ഏറ്റെടുക്കാൻ പോകുന്ന, ഗ്ലോബലി ഏറ്റെടുക്കാൻ പോകുന്ന ബിസിനസ്സാണ്. അല്ല എങ്കിൽ, നിങ്ങൾ ഏറ്റെടുക്കാൻ അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ യുവത്വത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ മിസ്സിംഗ് ആയിരിക്കും എന്നുള്ളതാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ടിന്റെ വസന്തമാണ് ഡയറക്ട് സെല്ലിംഗ് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഡിഗ്രി ഹോൾഡേഴ്സിന് എന്താണ്, ബ്യൂട്ടിഫുൾ റോഡുകൾ വൃത്തിയാക്കാൻ, സിറ്റികൾ വൃത്തിയാക്കാൻ, അടിച്ചു വാരാൻ ആൾക്കാർ റെഡിയാണ്. ഡിഗ്രി ചെയ്തിട്ടുള്ള ആൾക്കാർ റെഡിയാണ് എന്നുള്ളതാണ്. ഒരു പത്ര കട്ടിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അപേക്ഷ ക്ഷണിച്ചതാണ്. എന്താണ് ജോലി റോഡ് വൃത്തിയാക്കലാണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 319 പോസ്റ്റുകളാണുള്ളത്. സാലറി എന്ന് പറയുന്നത് 14,000 രൂപയാണ്. അതിൽ അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് 14,000 അപ്ലിക്കേഷൻ വന്നു എന്നുള്ളതാണ്. ഇതില് PG കഴിഞ്ഞിട്ടുള്ള ഈ അപ്ലിക്കേഷനിൽ 14,000 അപ്ലിക്കേഷനിൽ PG കഴിഞ്ഞിട്ടുള്ള 30 അപേക്ഷയാണ് വന്നത്. ഗ്രാജുവേറ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള 210 പേരാണുള്ളത്. BTech കഴിഞ്ഞിട്ടുള്ള 4 പേരുണ്ട്. MTech 70, അതുപോലെ തന്നെ 12, 10 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുള്ള, അതുപോലെ 8ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള 6,786 പേരുണ്ട്. അപ്പോൾ 8ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു കോഴ്സ്, ഒരു ജോലിക്കാണ്, 8ാം ക്ലാസ് യോഗ്യതയുള്ളവർ അപേക്ഷിക്കുന്ന ഒരു ജോലിക്കാണ് ഇത്രയും പേർ അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ രൂക്ഷമായി അനുഭവിക്കുന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഈ പത്ര കട്ടിങ് വരുന്നത് 2013-ലാണ്. അതിനുശേഷം ഇപ്പൊ 10-13 വർഷം കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം ജോലിയില്ലാതെ പലരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? നമ്മളെ പല മേഖലകളിലും ഈ പല ഓൺലൈൻ സംവിധാനങ്ങൾ കടന്നു വന്നു. അതല്ലെങ്കിൽ ആൾക്കാർ ആവശ്യമില്ലാത്ത പല മേഖലയിലും കടന്നു വരുന്നു. ഈ പച്ചക്കറി കടക്കാർ, ഒരു പച്ചക്കറി മാത്രം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നെറ്റ്വർക്ക് ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ദിവസം കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരിക്കും. നേരെ മറിച്ച് നാട്ടില് നെറ്റ്വർക്ക് ഉള്ള പച്ചക്കറി കടക്കാർ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് സാധനങ്ങൾ എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യമുള്ള ആൾക്കാർ സാധനങ്ങൾ എടുത്തു പോകുന്നു. നെറ്റ്വർക്കിലൂടെയാണ് ഇവിടെ പച്ചക്കറി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലാബ് മേഖലയിൽ ഡയഗ്നോസ്റ്റിക് സർവീസസ്, ഇന്ത്യയിലെ ലീഡിംഗ് ഡയഗ്നോസ്റ്റിക്സ് നെറ്റ്വർക്ക് ആണ് DDRC എന്ന് പറയുന്ന. ഇത് ഇഷ്ടം പോലെ നെറ്റ്വർക്കുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അപ്പോളോ ഫാർമസി, ഇത് ഇന്ത്യയിൽ പല സ്ഥലത്തു നിങ്ങൾ പോയാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരേ ഫോണ്ടില് ഒരേ സ്റ്റൈലില് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക്. അപ്പൊ നമ്മളെ നാട്ടിലുള്ള ലാബിന്റെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കി. അപ്പോൾ എല്ലാ മേഖലയിലും നെറ്റ്വർക്ക് കടന്നു വന്നു. ഈ കാണുന്ന പല കിയ പോലുള്ള, അല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ, പല ബ്രാൻഡുകളും നെറ്റ്വർക്കിലൂടെയാണ്, കൂടുതൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഇവിടെ നിന്ന് വിജയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ബിസിനസ്സുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിലൂടെയാണ്. ആമസോൺ നമുക്കറിയാം, ഫ്ലിപ്കാർട്ട് നമുക്കറിയാം, eBay അറിയാം, ഫ്യൂച്ചർ ബസാർ അറിയാം, സ്നാപ്ഡീൽ അറിയാം. ഇതൊക്കെ നമുക്കറിയാം. നമ്മള് വിരൽത്തുമ്പിൽ, നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു?
ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഈ അവസരമാണ് നമുക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇത് സത്യത്തിൽ നമ്മൾ ഇത് ഏറ്റെടുക്കേണ്ട സമയമല്ലേ, കറക്റ്റ് ടൈം ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവിടെ പോൾസൺ ബിൽസർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റർ ആണ്. ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതെല്ലാം വളരെ കറക്റ്റായിട്ട് നടന്ന വ്യക്തിയാണ് പോൾസൺ ബിൽസർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 1970 പറഞ്ഞിരിക്കുന്നത്, 70 കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് 1980 ആകുന്ന സമയത്ത് കൺസ്യൂമർ ഇലക്ട്രിക് ഗുഡ്സ് ലോകം ഭരിക്കുമെന്നാണ്. അത് കൃത്യമായി നടന്നിട്ട് 1990 കാലഘട്ടങ്ങളിൽ IT വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2000 കാലഘട്ടങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ലോകത്തെ ഭരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 2020 അല്ലെങ്കിൽ 2025 ഈ സമയം എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു പുസ്തകം തന്നെ അതിനുവേണ്ടി ഇറക്കിയിട്ടുണ്ട്. ഓർഗനൈസ്ഡ് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ്. ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ്. എന്താണ് ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ? അതാണ് പോൾസൺ ബിൽസർ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. അദ്ദേഹം അമേരിക്കയിൽ അഡ്മിനിസ്ട്രേഷനായിട്ട് എക്കണോമിക്സ് അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ സലാദ്ദീൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം താമരശ്ശേരി ഭാഗത്താണ്. എനിക്ക് അദ്ദേഹത്തിന് എന്റെ കയ്യിലുള്ള ഉൽപ്പന്നം അദ്ദേഹത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഒരു കണക്ഷൻ, അദ്ദേഹത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ കമ്പനിയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിലൂടെ ഞാൻ എന്റെ ഉൽപ്പന്നങ്ങൾ വെക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു റീറ്റെയിൽ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഇനി വരും കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പോൾസൺ ബിൽസർ നമ്മോട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ബാരൻ ബഫറ്റ്, അതായത് ഇദ്ദേഹം ഏകദേശം 5 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹാവ് എവർ മെയ്ഡ്. എന്റെ കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇതാണ്. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് സ്വന്തമായിട്ട് തന്നെ 1-2 നെറ്റ്വർക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. അതിന് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മളെ പാഠ്യ വിഷയങ്ങളിലൊക്കെ എന്താ പറയാ, ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ DBA ഡയറക്ട് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഷോലിനി യൂണിവേഴ്സിറ്റി. PG ഡിപ്ലോമ, അതിന് മുന്നേ PG ഡിപ്ലോമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 ലക്ഷം രൂപ ഫീസ് ഈടാക്കിക്കൊണ്ട് അവിടെ ഷോലിനി യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ഈ ഒരു മേഖലയിൽ ഡയറക്ട് സെല്ലിംഗ്, BBA ഡിഗ്രിയും PG ഒക്കെ പഠിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഈ ഒരു മേഖലയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത്, അതായത് നമ്മൾ പലപ്പോഴും പലരിൽ നിന്നും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കേട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരാളെ ചേർത്തു, അതിന്റെ 1-ലും 2-ലും രണ്ടാളെ ചേർക്കുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ കള്ളി വരക്കുന്ന സമയത്ത് നമ്മളോട് പലരും നെഗറ്റീവുകൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അത് വരച്ച് കാണിച്ചു എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നും അതിന്റെ ഗ്രോത്തും കാര്യങ്ങളും, ടൈപ്പ് ഓഫ് പ്ലാൻസ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഇതൊക്കെ യൂണിവേഴ്സിറ്റികളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് ഡയറക്ട് സെല്ലിംഗ്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിൽ നോട്ട് സക്സസ് ഇൻ ലോങ് റൺ ഡിസ്കസ്, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 90% ക്വസ്റ്റ്യൻ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇങ്ങനെ പല മേഖലകളും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഉൽപ്പന്നങ്ങൾ വെക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അംഗീകാരമുണ്ടോ, സാധ്യതയുണ്ടോ, ഇത് കുടിച്ചാൽ എന്തെങ്കിലും പറ്റുമോ എന്ന് നമ്മളെ എലമെന്റ്സ് വെൽനസും അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട്. ഇത് ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് വരുന്ന ഒരു ലെറ്ററാണ്. അത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 6 ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന 6 ഉൽപ്പന്നങ്ങൾക്ക് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ആയുർവേദ കോഴിക്കോട് അംഗീകാരം കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മരുന്നുകൾ ഗുണനിലവാരമുള്ളതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ലെറ്റർ. അതിലൊന്ന് നോവേദനയാണ്, അതുപോലെ തന്നെ ലിവഗെയിൻ ഉണ്ട്, ഡയബാലൈഫ് ഉണ്ട്, ചാമ്പ്യൻ ഉണ്ട്, ആന്റി അലർജി ഉണ്ട്, കഫ്നിൽ ഉണ്ട്. ഈ 6 പ്രൊഡക്റ്റുകൾക്ക് അസമയത്ത് ഇതിനു വേണ്ടി അപേക്ഷിച്ചപ്പോൾ അതിന് മുഴുവനും നിങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാമെന്നാണ്, വെൽനസ് ആണ്, ഇതിനെന്തില്ല പ്രത്യേക ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള
ഒരു ഒരു ഭാഗമാണിത്. എത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ മേഖല ഞാൻ എന്തുകൊണ്ട് ഈ മേഖലകളിൽ കൃത്യമായിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് കൃത്യമായി ഈ മേഖലയെ കുറിച്ച് പഠിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ചെയ്തിരുന്ന മേഖലകൾ ഒന്ന് ഞാൻ പറഞ്ഞു പാൽ കോളേജ് ആയിരുന്നു. ഏകദേശം 2003 പാൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2008, 2007, 2008 ആ സമയത്താണ് ഇതിന്റെ പേരന്റ് കമ്പനിയിൽ പ്രവർത്തിക്കാൻ സമയം കിട്ടിയത്. അല്ല, അതിനുശേഷം എനിക്ക് തോന്നി ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് തോന്നി ധാരാളം ചെലവുകൾ കൂടുന്ന സമയത്ത് ഗൾഫിലേക്ക് പോകണം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. ഒരു 5 വർഷം ഗൾഫിലുണ്ടായിരുന്നു, ഒമാനിലുണ്ടായിരുന്നു. പക്ഷെ ഈ ഗൾഫിൽ പോയ സമയത്തും അല്ലെങ്കിൽ ഈ കോളേജിൽ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവാണ് വേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പൊ ഗൾഫിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഭാഷകളൊന്നും അറിയില്ല, അല്ലെങ്കിൽ ആ മേഖലയെ കുറിച്ചോ, ഞാൻ പോകുന്ന മേഖല മൊബൈൽ മേഖലയിലായിരുന്നു പോയിരുന്നത്, അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ അവിടെ പോയപ്പോഴാണ് ഞാൻ ഒറ്റക്കായിരുന്നു ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മലയാളം ആർക്കും അറിയില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ എനിക്ക് മലയാളം മാത്രമേ അറിയാറുള്ളൂ. ഞാൻ അധ്യാപകനാണ്. അതുപോലെ എനിക്കെല്ലാം അറിയാം എന്നുള്ള ധാരണയിലാണ് അവിടെ പോകുന്നത്. പക്ഷെ അവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് നമുക്ക് അറിയില്ല, കമ്മ്യൂണിക്കേഷൻ അറബി അറിയില്ല. അറബിയെല്ലാം അറിയാന്നുള്ള ധാരണയാണ്, മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പോയപ്പോഴാണ് ഇതൊന്നും അറിയില്ല എന്നുള്ളത് മനസ്സിലാകുന്നത്. നമ്മൾ ഏത് മേഖലയിലേക്കും കടന്നു ചെല്ലുന്ന സമയത്താണ് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുവരെ അഹങ്കാരവും അഹംഭാവവും കൊണ്ട് നടന്ന വ്യക്തിയാണ് ഞാൻ. കാരണം ഞാനൊരു അധ്യാപകനാണ്. അധ്യാപകൻ ഉണ്ടാകുന്ന എല്ലാ ക്വാളിറ്റികളും എനിക്കുണ്ടായിരുന്നു. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിസ്ക്വാളിറ്റിയാണ്. കാരണം എന്താണ്, പിന്നെ ഒരു ഈഗോ എന്ന് പറയുന്ന സാധനം അത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാമെന്നുള്ള ധാരണയിൽ ഗൾഫിലേക്ക് പോയി. അവിടുന്ന് ഒറ്റയ്ക്ക് ഒരു ഷോപ്പിൽ നിന്നപ്പോഴാണ് അവിടെ കൂടുതലും വരുന്നത് ബംഗാളി സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഷ ഞാൻ 2-3 മാസം കൊണ്ട് പഠിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഹിന്ദി, അറബി, ഇംഗ്ലീഷ് ഇതൊക്കെ മെല്ലെ മെല്ലെ പഠിച്ച് 6 മാസം കൊണ്ട് ഞാനൊരു ശരിയായ മനുഷ്യനായി മാറി അവിടെ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാഹചര്യത്തിൽ എത്തിപ്പെടുന്ന സമയത്ത് അവിടുന്ന് മറ്റൊരു വഴിയില്ല എങ്കിൽ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടി വരും. അപ്പൊ എന്നെ കൊണ്ടുവന്ന ശ്രീധരൻ സാർ എന്ന വ്യക്തി, അദ്ദേഹത്തെ ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. ഞാൻ പ്രത്യേകം ഈ ഒരു സമയത്ത് നന്ദി അറിയിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. വേറെ ഒരു വഴി അദ്ദേഹത്തിനില്ല. കാരണം വിദ്യാഭ്യാസം 7-ാം ക്ലാസ് ആണ്, കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ല, ഒരു കൂലിപ്പണിക്കാരനാണ്. പക്ഷെ ഇതിൽ വന്നാല് രക്ഷപ്പെട്ട പലരെയും കണ്ടപ്പോ അതിൽ വന്നു നിന്നു. അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹം നിന്ന് ITC ആയി ഏകദേശം 2-3 കോടി വരുമാനം വാങ്ങിച്ച ഒരു വ്യക്തിയെ മാറി. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മുടെ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഗൾഫിലുണ്ടായ സമയത്ത് ഏകദേശം 5 വർഷം അവിടെ നിന്നെങ്കിലും പല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ബിസിനസ് സ്വന്തമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പരാജയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഞാൻ നാട്ടിലേക്ക് വന്ന സമയത്ത് ഏതായാലും ഒറ്റക്ക് പ്രവർത്തിച്ചാൽ വരുമാനം, അല്ലെങ്കിൽ ഒറ്റക്ക് പ്രവർത്തിച്ചാൽ ഈ ലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്കുള്ള കടങ്ങളും കടപ്പാടുകളും ബാധ്യതകളും ഒക്കെ വീട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഹവർ വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ്, അത് ഈ പ്ലാന് കേട്ടപ്പോഴാണ്, അതല്ലെങ്കിൽ ഇതിന്റെ GTSും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനത് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ലോകത്തിലെ പല വ്യക്തികളും, അതായത് കോടീശ്വരന്മാരുടെ പട്ടികയിലുള്ള പല വ്യക്തികളും അവരുടെ കഴിവ് മാത്രമല്ല മറ്റുള്ളവരുടെ കഴിവ് കൂടി എടുത്തുകൊണ്ട്, അത് പണം ഇറക്കിക്കൊണ്ട് കൃത്യമായി കഴിവുകൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ കഴിവുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് അവർ കോടീശ്വരന്മാരാകുന്നത്, വലിയ വലിയ പണങ്ങൾ സമ്പാദിക്കുന്നത്. ഏത് വ്യക്തിയായാലും, അതായത് ഇന്ന് ഒരു കൂലിപ്പണിക്കാരൊക്കെ എന്താണ് സ്വന്തമായി ജീവിച്ചു പോകുന്നതാണ്. ഒരു സാധാരണ തൊഴിലാളി എന്ന് പറയുമ്പോൾ അവർ ഒറ്റക്ക് വർക്ക് ചെയ്യുന്നു, 8-10 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് കിട്ടുന്ന വരുമാനം അത് കൃത്യമായിട്ട് അവരുടെ ജീവിതം കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പലർക്കും കടങ്ങൾ വാങ്ങി ജീവിച്ചു പോകും.
നേരെ മറിച്ച് ഒരു 10 ആളെ വെച്ച് പണിയെടുക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു 100 ആളുടെ ഒരു കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃത്യമായിട്ട് നല്ല വരുമാനത്തിലേക്ക് എത്തുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ വരുമാനം വർദ്ധിക്കുന്നു. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കിയത് മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലോകത്തിലെ വലിയ വലിയ വ്യവസായികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിയറി അവിടെ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ആ ആ കാര്യം ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. ഇത് പലപ്പോഴും ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. പാരലൽ ഓഫ് പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്ന രണ്ട് വ്യക്തികളുണ്ട്. ആ രണ്ട് വ്യക്തികൾ, ഒരു വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് ബ്രൂണോ എന്നാണ്. ബ്രൂണോ എന്ന് പറയുന്ന ഒരു വ്യക്തിയും പാബ്ലോ എന്ന് പറയുന്ന വ്യക്തിയും. ഈ ബ്രൂണോ എന്ന് പറയുന്ന വ്യക്തി ജോലിക്കാരനാണ്, അല്ലെങ്കിൽ ജോലി മൈൻഡുള്ള ഒരാളാണ്. പാബ്ലോ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ് മൈൻഡുള്ള ആളാണ്. ഈ രണ്ട് വ്യക്തികളും അവർക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവര് ജോലി അന്വേഷിച്ച് ഇങ്ങനെ വരുമാനം അന്വേഷിച്ച് നടക്കുക. അപ്പൊ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ അവർ എത്തിപ്പെട്ടു. ആ ഗ്രാമത്തിൽ എത്തിപ്പെട്ടപ്പോ അവിടെ ഒരു സാധ്യത കാണുന്നു. ആ സാധ്യത ഇങ്ങനെയാണ്, അതായത് ഒരു ഒരു കുന്നിൻ മുകളിലേക്ക് വെള്ളം എത്തിക്കേണ്ട ഒരു അവസരമാണ്. അതായത് ഒരു 2-3 കിലോമീറ്റർ താണ്ടി വെള്ളം അവിടെ എത്തിക്കണം. വെള്ളം എത്താത്ത ഒരു ഏരിയ. അപ്പൊ അവിടെ വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് തൊട്ടടുത്ത് അരുവിയുണ്ട്. ആ അരുവിയിൽ നിന്ന് വെള്ളം കൃത്യമായിട്ട് ഈ കുന്നിന്റെ മുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല ദിവസവും വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ അവർ ആ ജോലി സ്റ്റാർട്ട് ചെയ്തു. ആ ജോലി രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തപ്പോ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വെള്ളം ഇങ്ങനെ അവരുടെ കയ്യിലുള്ള ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ കോരി കൊണ്ടുപോയാണ്. അപ്പോ 1-2 ദിവസം കഴിഞ്ഞപ്പോ ഈ പാബ്ലോ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ബിസിനസ് മൈൻഡുള്ള ആളാണ്. അദ്ദേഹം ഒരു ഐഡിയ മറ്റൊരാളോട് ഷെയർ ചെയ്തു. അതായത് നമുക്ക് ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളം കൊണ്ടുപോകുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് തന്നെ ഞാനൊരു ആശയം പറയാണ്. ആ ആശയം ഇങ്ങനെയാണ്, നമുക്ക് ഇത് ആ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പൈപ്പ് ലൈൻ സ്ഥാപിച്ചാൽ എന്താ? ആ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ കൃത്യമായ വിവരണങ്ങൾ, കൃത്യമായ ആശയം അവരോട് ഷെയർ ചെയ്തപ്പോ ബ്രൂണോ പറഞ്ഞു, ജോലി മൈൻഡുള്ള ആള് പറഞ്ഞു, അത് നീ അത് ചെയ്തോ, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചു പോകാം, ഞാൻ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊള്ളും എന്ന് പറഞ്ഞു. അപ്പോ ആ വ്യക്തി, അതായത് ജോബ് മൈൻഡുള്ള ബ്രൂണോ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? കൃത്യമായിട്ട് ആ ജോലി തുടർന്നു. പാബ്ലോ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇത് ഇതിനൊരു ബിസിനസ് ആയിട്ട് കണ്ടു, അല്ലെങ്കിൽ അതിന് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ തുടങ്ങി. അതായത് ഈ പറയുന്ന അരുവിയിൽ നിന്ന് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ തുടങ്ങി. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു വർഷമെങ്കിലും എടുത്താൽ, അല്ലെങ്കിൽ 6 മാസമെങ്കിലും എടുത്താൽ മാത്രമേ ഈ ഒരു ജോലി കഴിയുള്ളൂ, അതായത് പൈപ്പ് ലൈൻ സ്ഥാപിച്ചു കഴിയുള്ളൂ. അപ്പൊ ആദ്യം തുടക്കത്തിൽ അദ്ദേഹം കുറച്ചു സമയം ഈ വെള്ളം നേരിട്ട് കൊണ്ടുപോയി, അതായത് നേരത്തെ ജോലി ചെയ്തിരുന്ന അത് കൃത്യമായിട്ട് വെള്ളം കൊണ്ടുപോയി. അതിനുശേഷം ബാക്കിയുള്ള സമയം, അതായത് ഓവർ ടൈം എന്ത് ചെയ്തു? അദ്ദേഹം പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 6 മാസം അദ്ദേഹം, അല്ലെങ്കിൽ 2-3 മാസം, കുറച്ച് മാസങ്ങളിൽ അദ്ദേഹം ഇത് ചെയ്തു. പിന്നീട് കുറച്ച് മാസം ഫുൾ ടൈം ആയിട്ട് അത് ചെയ്തു. അതായത് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം വരുമാനം ഈ പറയുന്ന വെള്ളം കൊണ്ടുപോകുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പൈപ്പ് ലൈൻ സ്ഥാപിച്ചു. അങ്ങനെ ആ സമയത്തൊക്കെ ഈ ജോബ് മൈൻഡുള്ള ബ്രൂണോ എന്ന് പറയുന്ന വ്യക്തി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും അദ്ദേഹത്തിന് സംഗതി മടുത്തിട്ടുണ്ട്. പക്ഷെ ഇയാളോട് പറഞ്ഞു പോയല്ലോ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പോയല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് മെല്ലെ മെല്ലെ കൊണ്ടുപോയി. അപ്പോ ഈ ഒരു 6 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹം ഈ പൈപ്പ് ലൈൻ എന്ത് ചെയ്തു? സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് ഒരു ദിവസവും മുടങ്ങാതെ അദ്ദേഹത്തിന് പിന്നെ പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. കൃത്യമായിട്ട് ഈ അരുവിയിൽ നിന്ന് വെള്ളം പൈപ്പിലൂടെ ആ സ്ഥലത്തേക്ക് ഇദ്ദേഹത്തിന് എത്തിക്കാൻ കഴിഞ്ഞു. ആ സമയത്തും ഈ പറയുന്ന ജോലി മൈൻഡുള്ള വ്യക്തി, അതായത് ബ്രൂണോ എന്ന് പറയുന്ന വ്യക്തി എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വെള്ളം കോരിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചില വ്യക്തികളോട് ഈ വിഷയം പറയുന്ന സമയത്ത്, ഈ ബിസിനസ് പറയുന്ന സമയത്ത് ഇതിന്റെ സാധ്യത മനസ്സിലാവാത്തത് കൊണ്ട്, ഇത് വെറും ആളെ പിടിക്കുന്ന പരിപാടിയാണ് എന്നുള്ള ധാരണയിൽ പലരും എന്ത് ചെയ്യുന്നു? ഈ ബിസിനസ്സിനെ അവഗണിക്കുന്നു. ഇവിടെ
നമ്മൾ അവരോട് പറയേണ്ടത്, നിങ്ങൾ തൽക്കാലം നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ കൂടെ ഇതൊന്ന് ടീമിനെ ക്രിയേറ്റ് ചെയ്യൂ, ടീം ബിൽഡ് ചെയ്യുക, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. അങ്ങനെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, നിങ്ങൾ ജോലി ചെയ്യുക, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, ജോലി ചെയ്യുക, പിന്നീട് ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രമല്ല നിങ്ങൾക്ക് 3 തലമുറയോളം വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് ബോധ്യപ്പെടണം. അത് അറിയാൻ വേണ്ടിയാണ് ആ ഒരു ആ, പിന്നെ വിഷയം പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കഥ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഭ്രൂണം ആവണോ അല്ലെങ്കിൽ പാബ്ലോ ആകണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളൊക്കെ ജോലിക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ആ മേഖലയിൽ നമ്മൾ കാലാകാലം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു മേഖലയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, പുതിയ മേഖല വരുന്ന സമയത്ത് ആ മേഖലയിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ ആ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കി നിലവിൽ ചെയ്യുന്ന ജോലിയുടെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് പിന്നീട് ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്ന സമയത്ത് മെല്ലെ മെല്ലെ ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ്സിലൂടെ നമുക്ക് വലിയൊരു പൈപ്പ് ലൈൻ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഈ പൈപ്പ് ലൈനിലൂടെ ആരൊക്കെ വെള്ളം കുടിക്കുന്നോ, അല്ലെങ്കിൽ നമ്മൾ മുഖേന ആരൊക്കെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നോ അവരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെയൊക്കെ സന്തോഷവും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബന്ധങ്ങൾ തന്നെയാണ്. ഈ ബന്ധങ്ങളിലൂടെ, കാരണം വരുമാനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പല മേഖലകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ അതുവരെ ഇല്ലാത്ത ബന്ധങ്ങൾ പല സമയങ്ങളിലായിട്ട് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്, പലരെയും നമ്മൾ ബന്ധപ്പെടാറുണ്ട്. പക്ഷെ മൈ ലൈഫിലേക്ക് വന്ന സമയത്ത് അതിലൂടെ ഉണ്ടായിട്ടുള്ള റിലേഷൻസ് അതൊരു പ്രത്യേകത തന്നെയാണ്. അന്നൊക്കെ ഓരോരുത്തർക്കും മനസ്സിലാവും. അതായത് അതിലൂടെയുള്ള ബന്ധങ്ങൾ ഒരിക്കലും എന്താകുന്നില്ല, വിട്ടുപോകില്ല, അവസാനിക്കുന്നില്ല. വല്ലാത്തൊരു ആത്മബന്ധം തന്നെയാണ് ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? അത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക എന്ന് മാത്രമാണ് പലരുടെയും ധാരണ. അതായത് കുറെ ആളോട് സംസാരിക്കുക, അത് മാത്രമൊന്നുമല്ല. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്വഭാവ രൂപീകരണം തന്നെയാണ് പേഴ്സണാലിറ്റിയുടെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. നമ്മളെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കാതെ ഇതിലേക്ക് വരുന്ന സമയത്ത് ക്ഷമ എന്ന് പറയുന്ന ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്ഷമ, ദേഷ്യമില്ലാത്തൊരവസ്ഥ. ദേഷ്യം പിടിക്കുന്ന ഒരാൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ഷമിക്കുക. പലപ്പോഴും പറയാറുണ്ട്, ഈ ബിസിനസ്സിൽ 2,10,000 ആഴ്ചയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് 1,05,000 കൊടുക്കുന്നത് ക്ഷമക്ക് വേണ്ടിയാണ്. ആ 2,10,000 കിട്ടുന്ന സമയത്ത് വരെ നമ്മൾ പോകുകയാണെങ്കിൽ അതുവരെ നമ്മൾ ക്ഷമിച്ചതിന് അതിലുണ്ടാവില്ല. ഇത്രയും ക്ഷമകൾ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടി വരും. പലരും ബിസിനസ് പറയുന്ന സമയത്ത് വിട്ടുപോകുന്നു, പലരും ബിസിനസ് പറയുന്ന സമയത്ത് നമ്മളെ നെഗറ്റീവ് ആക്കുന്നു, പലരും നമ്മളോട് നോ പറയുന്നു. 10 ആളെ കണ്ടാൽ 10 പേരും ബിസിനസ് വരുന്നില്ല. ഇനി വന്നവർ ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് പലരും വിട്ടുപോകുന്നു. ഈ സമയത്തൊക്കെ നമ്മൾ വിട്ടുപോകാതെ ക്ഷമയോടെ കാത്തിരിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ബിസിനസ് വിജയിക്കാൻ പറ്റുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഞാൻ എന്റെ സ്പീച്ച് ഈ രീതിയിൽ ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ, മുമ്പ് എന്റെ സ്പീച്ച് കേട്ടവര് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലൈവാണ് എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ്. ഓക്കെ, കരീം സാറുണ്ട്, മണ്ണാർക്കാട്, നേരത്തെ പരിചയമുള്ള വ്യക്തികളാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോ എനിക്ക് വളരെ മുമ്പ്, അതായത് പിന്നെ മുർസ്താദിന്റെ തുടക്ക സമയത്തൊക്കെ ഞാൻ ഇതിൽ സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ച് ഇപ്പോഴും ടെലിഗ്രാമിൽ ഞാൻ എടുത്ത് നോക്കാറുണ്ട്. ആ സമയത്ത് എന്തോ ഒരു വല്ലാതെ പേടിയോടുകൂടിയാണ്, അല്ലെങ്കിൽ തപ്പിത്തടഞ്ഞുകൊണ്ടാണ് അന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട്. അപ്പൊ അതിനുശേഷം ഞാൻ വേറെ എവിടെയും ട്രെയിനിങ്ങൊന്നും പോയിട്ടില്ല. പക്ഷെ ഇതിലുള്ള ട്രെയിനിങ്ങും ഇതിലുള്ള കൂടുതൽ എക്സ്പീരിയൻസുമാണ് എന്നെ ഈ രീതിയിൽ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ സംസാരിക്കാൻ പഠിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ മനോഹരമായ ഒരു കാര്യം നമുക്കിതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, മോർണിംഗ് മീറ്റിൽ വരിക, അതുപോലെ അതിൽ കൃത്യമായിട്ട് വീഡിയോ ഓൺ ചെയ്യുക. വീഡിയോ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു റിവ്യൂ പറയണം തോന്നും, റിവ്യൂ പറഞ്ഞു തുടങ്ങുക. എന്നിട്ട് ഏതെങ്കിലും മോർണിംഗ് മീറ്റ്, ചെറിയ ചെറിയ മോർണിംഗ് ക്ലബ്ബുകൾ ഉണ്ടാവും, അവിടേക്ക് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്ന സമയത്ത് അവിടേക്ക് പോവുക.
അതല്ലെങ്കിൽ ഇന്നിപ്പോ മിനി മേഡം നമുക്ക് MC ചെയ്തുകൊണ്ടിരിക്കുന്നു, എങ്ങനെ MC ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ഒന്ന് സന്നദ്ധരായിട്ട് വരിക. ഇങ്ങനെ നമുക്ക് ഒന്ന് അതില് ഒന്ന് ഉഷാറാകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ കടന്നു വരും. ഇങ്ങനെയാണ് ഞാൻ ഇതിലൂടെ വളർന്നു വന്നത്.